ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് ഫ്രഷ് ആവട്ടെ, ഉറക്കണീറ്റുള്ളൂ. സ്ഥലത്ത് പോയി ഒന്ന് ഫുള്ള് നോക്കട്ട്. ഇപ്പോഴെന്നാ ലൈറ്റ് വന്നു, സൂര്യൻ പെട്ടെന്നാവാൻ തുടങ്ങിയിട്ടു. ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ചെക്ക് റെഡി ആക്കിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. നോക്കട്ടെ, വന്നു അതിനെ കാത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു 5 മിനിറ്റ് മുമ്പ്. ഞാൻ ഫുഡും വെച്ചിരിക്കുകയല്ലേ, റെഡി ആവട്ടെ. ഇന്ന് നേരത്തെ കഴിക്കാൻ വിചാരിച്ചു. ഇത് കഴിക്കട്ടെ, ഇത് കഴിച്ചിട്ട് വീണ്ടും പോകണം. ടീം വന്ന് നോക്കട്ടെ എന്തിനാണ് ടീം വന്നാണ് നോക്കട്ടെ. ഡ്രൈവർ ഒമാനിയാണ്. അവർക്ക് മാത്രം ഇവിടെ വണ്ടി ഓട്ടിക്കേണ്ട ഇത് കമ്പനി വേണ്ടി. എല്ലായിടത്ത് വണ്ടി വെച്ച് നേരെ പോയിറങ്ങി. ചെക്കിങ് നടക്കുന്ന തോന്നുന്നു. നോക്കട്ടെ, ഞാൻ താഴെ പോകും. അല്ലാതെ ഞാനും പോട്ടു. ആദ്യം അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഇവിടെത്താം. ഞാൻ അടുത്ത സ്ഥലത്ത് പോകും. വീഡിയോ സൈഫെയർ ലെവൽ കൂടി കിടക്കണം. പിന്നെ പോയി സൈഫെയർ ലെവലെന്ന് പറയുന്നു. അത് കൂടി കിടക്കും. ഔട്ട് നല്ല കുറവാണ് പോകണം. 170 പോകും. കുറയ്ക്കട്ടെ. അടുത്ത് പോയൊന്ന് ഫുള്ളൊന്ന് റൗണ്ട് ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ. ഒക്കെയാണ് ഇതാണ്. കുഴപ്പമില്ല, സെറ്റാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. നോയിക്കൊണ്ടിരിക്കണം എല്ലാ ചെടികളും എല്ലാം വ്യത്യസ്തമായിട്ടുണ്ടോ. ഈ വെള്ളം ഒഴിച്ച് എല്ലായിടം ഒഴിച്ചിട്ടുണ്ട്. മല്ലിയിലെ വിശേഷം കാണിച്ചായിരുന്നു, അത് പോയി ഇല്ലാതെ. കുറേ കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു. കണ്ടാ, ഇത് മാത്രമല്ല കുറേ വന്നായിരുന്നു, പക്ഷേ അങ്ങോട്ട് അതിന് ഗ്രോത്തും അല്ല. അതിൻ്റെ പൂവും പിടിച്ച് പ്രതീക്ഷയില്ല, പോയി. മണ്ണങ്ങനെ രസമുള്ളതല്ല. ഇപ്പോൾ നല്ല നോക്കട്ടെ. ഒരു കാര്യം പറഞ്ഞാൽ നമ്മളാ ഇല്ലാച്ച് പറഞ്ഞത് കുറവാണ്, ലെവൽ ഡൗൺ ആയി. അപ്പോൾ എൻ്റെ അടുത്ത് മെയിനിൽ നിന്നും വെള്ളം വരണം. അവിടെ ഉള്ളവർ പറഞ്ഞ് 3 മറ്റൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പം 3.45 ആയി. തിരിച്ചത് ലെവൽ 3 അടുപ്പിച്ചാകുമ്പോൾ അങ്ങോട്ട് കോളം ചെയ്തിട്ട് അങ്ങ് ഓപ്പൺ ചെയ്താൽ. പിന്നെ ബാക്കി സൈഫയൊക്കെ ലെവൽ കൂടുതലാണ്, നല്ല ഹൈലി നിൽക്കുന്നുണ്ട്. നോക്കാം, വെയിറ്റ് ചെയ്ത്. പ്രഷറില്ലേ ഇപ്പോൾ സ്കീൽ, അതാണ് ഇവിടെ ഔട്ട് കൂടുതലാണ് പോകുന്നത്. അതാണ് മെയിൻ വിഷയം. BPS 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടത്തേക്ക് ഇത്തിരി എപ്പോഴത്തേക്കാളും 200-210 കൂടുതലുള്ള എടുക്കുകയാണ്. അതാണ് വിഷയം. ഞാനൊന്നുമില്ല. ശമ്പളം വന്നത് അയ്യോ, കാര്യങ്ങളെ കിടപ്പേ. ഇങ്ങനെ നോക്കട്ടെ. അവൻ്റെ കാർഡ് വാങ്ങിച്ചിട്ട് പൈസ എൻ്റെ അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട്. CDM വർക്കായ എടുത്ത് എൻ്റെ അക്കൗണ്ടിൽ ഇടാം, ഇല്ലെങ്കിൽ ഇത്തിരി പാടാം. ഇവിടെ CDMൽ ചാർജ് ഇല്ല കേട്ടോ, അതൊരു ഗുഡാണ് കേട്ടോ. അവൻ എൻ്റെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അവൻ്റെ അക്കൗണ്ട് റെഡിയാക്കിയിട്ട് റെഡി ആവണേ.
കാർഡ് മാത്രം വർക്കാവണുള്ളൂ, ഫോണിൽ വർക്കാവണില്ല എൻ്റെ അക്കൗണ്ട്. ഞാൻ ഇറങ്ങട്ടെ ഇവിടെ. പിന്നെ ലെവലെന്ന് പറഞ്ഞാൽ നമ്മളത് ഡൗൺ ആവണം, ഇല്ലറ്റ് വരണില്ല. ഞാൻ പറഞ്ഞതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് ചെയ്യാൻ പറയും, കോൾ വന്നാൽ. ഇല്ലെങ്കിൽ കോൾ വന്നിട്ട് ഞാൻ ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ. ലെവൽ 4 ആയാലും. കാരണം അവർ അഡ്ജസ്റ്റ് ചെയ്ത് പ്രഷർ വെച്ചിരിക്കുന്നത്, പ്രഷർ കുറവാണ്, അതാണ് വിഷയം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്, ചിക്കൻ ബിരിയാണി ഉണ്ടാകട്ടെ. ഞാനും പുറത്തിറങ്ങി പൊട്ടിട്ട് സാലറി ഒന്നും കേട്ടോ കുറവാണ്. കാരണം കഴിഞ്ഞ മന്ത് കുറവല്ലേ, 28 ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പൈസ ഷോർട്ടേജ് ആവില്ല. ബിസിയാണ് കേട്ടോ, വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ആദ്യമൊക്കെ കഴിഞ്ഞ് ഇത്തിരി സ്പീഡിൽ നടക്കുകയാണ്. എനിക്ക് ബാങ്ക് വരെ പോകണം, അല്ല സ്റ്റേഡിയം വരെ പോകണം. അവൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നില്ലെന്ന് അറിഞ്ഞൂടാ, കാരണം അവന് മെസ്സേജ് വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഡൗട്ടുണ്ട്, പോയി ചെക്ക് ചെയ്യണം എനിക്ക്. സൈഡെത്തി ചേട്ടാ, കനാൽ അയ്യോ. നോ റെസ്റ്റ്, നോ സിറ്റിംഗ്, ഓൺലി ഗോയിങ്. ജംഗ്ഷനിലെത്താറേ ആൾക്കാരുണ്ട് കേട്ടോ, വന്നു. ഞാൻ പോട്ടില്ല. ഏറ്റവും കൊണ്ടെത്താറായി. എന്നകത്ത് കയറി ഞാൻ വീഡിയോ എടുക്കൂലേ. സേഫ്റ്റി അതിനകത്താണ്, മനസ്സിലായില്ല. അതാണ് ഞാനൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന കട, ഫ്രൂട്ട്സും വെജിറ്റബിളും. ഈ കട ക്യാഷ് ഇട്ട് കേട്ടാ ഉണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ടിൽ എടുത്തിട്ട് ഞാൻ വെജിറ്റബിൾസും നോക്കട്ടെ എല്ലാം ഉണ്ടാവും. ഞാൻ പുറത്തിറങ്ങി വാങ്ങിച്ചായിരുന്നു ഒമാൻ ചിപ്സും ഒരു പപ്പായ. അത് തന്നെ ഇന്നത്തെ. ഞാൻ ഒമാൻ ചിപ്സ് ഇപ്പം ഒരു അഡിക്റ്റ് പോലെ മാസത്തിൽ ഒരെണ്ണം വാങ്ങിക്കുക. ടേസ്റ്റ് ഇഷ്ടപ്പെട്ട എനിക്ക്, അതാണ് കാര്യം കേട്ടോ. ഇത്തിരി പാട് എന്നാ ഡെയിലി ഇപ്പം നടക്കണോണ്ട് എക്സ്പീരിയൻസ് ആയതുപോലെ ഉണ്ട്. ഡെയിലി ഇവിടെ കൂടി നടക്കുകയല്ലേ ഇപ്പം. കേട്ടാ ഞാൻ അത് കയറട്ട്. ഏകദേശം നല്ല ലൈറ്റായി. ഇത്തിരി ലൈറ്റായെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നേരത്തെ പോയിരിക്കുന്നതാണ്. ഇനി പോയിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഒന്നുമില്ല, ഇപ്പോൾ സെറ്റായി. കാരണം നമ്മൾ ഔട്ട് പോണത് കുറഞ്ഞു, കറക്റ്റായി. ഇന്നിപ്പം ഔട്ടിനേക്കാളും 130 അടുപ്പിച്ച് കൂടുതലുണ്ട്. കുഴപ്പമില്ല, ഇനി പയ്യെ നിറഞ്ഞോളൂ. അല്ലെങ്കിൽ ഇനി ഏകദേശം അത് കുറഞ്ഞിട്ടതിന് ശേഷം ചെന്ന് ഓപ്പൺ ചെയ്യേണ്ടി വരുമായിരുന്നല്ലേ. ഇനി കുഴപ്പമില്ല, ബാക്കിയെല്ലാം സെറ്റാണ്. ബാക്കിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കുഴപ്പമില്ല, സെറ്റാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ലൈറ്റൊക്കെ ഉണക്കി പുറത്തിറങ്ങണം, സൺസെറ്റ് നോക്കി പോവുക. ലൈറ്റൊക്കെ ഉണക്കട്ടെ. ഓക്കെ എന്നാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. ഇതൊരു വേറെ എക്സ്പീരിയൻസ് കേട്ടോ. നല്ലൊരു ജോലി കിട്ടിയോണ്ടാണ്, അതായത് ശമ്പളം കുഴപ്പമില്ലാതെയും നല്ലൊരു ജോലി. അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിരിക്കണം. ഫോൺ കളിക്കാം, കമ്പ്യൂട്ടർ നോക്കിയിരുന്നാൽ മതി, നമ്മൾ ചെറിയൊരു ശ്രദ്ധ കൊടുത്തിരുന്നാൽ മതി. ചെറുതെന്ന് പറഞ്ഞാൽ ചില സമയത്ത് അത് നല്ല രീതിയിലായിരിക്കണം, മനസ്സിലായത്. അതാണ് ശകലവും കൂടി ഏകദേശം ഒരു 10-15,000 രൂപ കൂടി കൂടുതൽ കിട്ടിയ ഈ ഇപ്പോഴത്തെ ജനറേഷനുകളുടെ പാരഡൈസാണ് ശമ്പളം. ഒരു മന്തിൽ ഒരു 15,000 രൂപ കൂടി കൂടുതൽ വന്നു. ഇപ്പം നിൽക്കണേന്ന് 15,000 രൂപ കൂടി കൂടുതൽ വന്നു എങ്കിൽ ഇവിടെ തന്നെ മിക്കവരും നിൽക്കും, ഞാൻ നിൽക്കുന്ന പോലെ. ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ നടന്നു പോവുകയുള്ളൂ. അതിലൊന്നും വലിയ ഒരു രസമില്ല. കാര്യങ്ങൾ നടന്നു പോകാനാണ് നിൽക്കുന്നത്, അതല്ല നമുക്ക് വല്ലതും ഉണ്ടാക്കണ്ടേ. മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിയും പയറും കുടിച്ചു പോവും, അത് തന്നെ, വേറൊന്നുമില്ല. ഇനി ഞാൻ പോട്ട് അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നോക്കട്ടെ എന്തായാലും. റോജ് മുറിക്ക് ഇനി കുറച്ച് നേരം കൂടി ഉള്ളൂ. അപ്പോഴേക്കും ഫോണൊന്ന് ചാർജ് ഇട്ടിട്ട് വരാം.
അയ്യോ അവൻ്റെ ഫോൺ ഞാൻ എടുത്തുണ്ട്. ഇത് ഞാൻ ചാർജ് തട്ടി. യെസ്, നേരെ അടുത്ത് പോവുകയാണ്. അവിടെ ചെന്ന് എല്ലാം ഒന്ന് നോക്കുക, അവിടെ ഇരിക്കുക, ഫോണ് കളിക്കുക, ചിക്കൻ ഉണ്ടാക്കണം കേട്ടാ. അതാണ് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ കൂടി വീഡിയോ എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏതാ അത് തന്നെ, റൈസും ചിക്കനും ഒക്കെ ആയിരിക്കും കഴിക്കുക, അതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.